Dear students, in this video we will continue with half range sine and cosine series. That is half range sine and cosine series part 4. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഹാഫ് റേഞ്ച് സൈൻ ആൻഡ് കൊസൈൻ സീരീസിൻ്റെ പ്രോബ്ലമാണ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ഹാഫ് റേഞ്ച് സൈൻ ആൻഡ് കൊസൈൻ സീരീസിൽ ഒരു പ്രോബ്ലം ചെയ്യും. അത് കഴിഞ്ഞിട്ട് പാഴ്സ്വാൾസ് തിയറം പറയും. ഓക്കെ, വി ക്യാൻ കണ്ടിന്യൂ. Then example 7. Expand f of x equal to cos x in half range sine series in 0 less than or equal to x less than or pi. 0 less than or equal to x less than pi. ഇത് ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആണ്. അപ്പോൾ സിഗ്മ ബി എൻ സൈൻ എൻ എക്സ് ആണ് കണ്ടത്. വേർ ബി എൻ ഈക്വൽ ടു നമുക്ക് കാണേണ്ടത് സിഗ്മ ബി എൻ സൈൻ എൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് വേർ ബി എൻ ഈക്വൽ ടു 2 by pi 0 to pi എഫ് ഓഫ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താ? കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. ഈ 2 ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 by pi 2 sin nx cos x dx. 2 sin nx cos x dx. ഇതിനെ ട്രിഗ്നോമെട്രി വെച്ച് 2 sin a cos a എന്ന ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ sin n plus 1x plus sin n minus 1x എന്ന് കിട്ടും dx. അതാണ്. ഓക്കെ, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1 മൈനസ് ഇതിൻ്റെ അകത്ത് സൈൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ പ്ലസ് 1x ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 ആണ്. മൈനസ് പുറത്തെടുത്തു, രണ്ടിൻ്റെ മൈനസ് പുറത്തെടുത്തു. അപ്പോൾ ഇതിൻ്റെ മൈനസ് കോസ് എൻ പ്ലസ് 1x ഡിവൈഡ് ബൈ എൻ പ്ലസ് 1ഉം ഇതിൻ്റെ മൈനസ് കോസ് എൻ മൈനസ് 1x ഡിവൈഡ് ബൈ എൻ മൈനസ് 1ഉം. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് പൈ. അപ്പോൾ മൈനസ് 1 by പൈ പുറത്തെടുത്തു. ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ അപ്പർ ലിമിറ്റ് n ഓടാണെന്ന് വിചാരിക്കുക. സപ്പോസ് n ഈക്വൽ ടു 3. അപ്പോൾ 3 ആണെങ്കിൽ n പ്ലസ് 1 എത്രയാണ്? 4. കോസ് 4x എത്രയായിരിക്കും? 1 ആയിരിക്കും. അതാണ് 1 by n പ്ലസ് 1. ഇവിടെ n ഈക്വൽ ടു 3 ആണ്. n മൈനസ് 1 എത്ര? 2 ആയിരിക്കും. അപ്പോൾ കോസ് 2x 1 by n മൈനസ് 1. ദെൻ ലോവർ ലിമിറ്റിലേക്ക് പോകുമ്പോൾ ഓടാണെങ്കിൽ ലോവർ ലിമിറ്റിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? ലോവർ ലിമിറ്റിലേക്ക് പോകുന്ന മൈനസ് ഇത് കൊടുത്തു. കോസ് ഇവിടെ ലോവർ ലിമിറ്റ് 0 ആണ്. ലോവർ ലിമിറ്റിലേക്ക് കൊടുക്കുമ്പോൾ കോസ് 0x എത്രയാ? 1. മൈനസിലേക്ക് പോയാൽ മൈനസ്. ഇവിടെയും കോസ് 0x ആണ്. അത് മൈനസ് ആണ്, 1 ആണ്. അപ്പോൾ മൈനസിലേക്ക് പോയാൽ മൈനസ്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇത് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ n ഓടാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും, ഈക്വൽ ടു 0. n ഈസ് ഓഡ്. n ഓടാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി n ഈവൺ ആണെങ്കിലോ? രണ്ട് സെപ്പറേറ്റ് കാണണം. n ഈവൺ ആണ്. സപ്പോസ് n ഈക്വൽ ടു n ഈവൺ ആണെന്ന് വിചാരിക്കുക. ഇത് n 2 ആണെന്ന് വിചാരിക്കുക. 2 ആണെങ്കിൽ കോസ് n പ്ലസ് 1 3x ആയിരിക്കും. കോസ് 3x എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് 3 പൈ. കോസ് 3xന് പൈ കൊടുക്കുക. കോസ് 3 പൈ എത്രയായിരിക്കും? മൈനസ് 1 by n പ്ലസ് 1. ഇത് കോസ് 1 പൈ ആയിരിക്കും. കോസ് 1 പൈയോ അത് മൈനസ് 1 ആയിരിക്കും, ഡിവൈഡ് ബൈ n മൈനസ് 1. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ എന്നിന് നമ്മൾ ഈവൻ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ n പ്ലസ് 1 എപ്പോഴും ഓടായിരിക്കും. n പ്ലസ് 1 ഓടെന്ന് പറഞ്ഞാൽ കോസ് ഓട് പൈ. n പ്ലസ് 1 കോസ് ഓട് 1 പൈ 3 പൈ 5 പൈ 7 പൈ ഒക്കെ മൈനസ് ആയിരിക്കും. അതാണ് ഈ മൈനസ് വന്നത്. ദറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഇതും എന്തായിരിക്കും? ഇതും മൈനസ് 1 ആയിരിക്കും. അതാണ് ഈ മൈനസ് വന്നത്. അപ്പം ഇവിടുത്തെ താഴെ മൈനസ് 1 n പ്ലസ് 1ഉം ഇത് മൈനസ് 1 ഡിവൈഡ് ബൈ n മൈനസ് 1 ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ ഇതെന്തായിരിക്കും? മൈനസ് 1 n പ്ലസ് 1ഉം മൈനസ് 1 n പ്ലസ് 1ഉം മൈനസ് 2 n പ്ലസ് 1. മൈനസ് 2 കൂടെ പോയാൽ 2 by n പ്ലസ് 1. ഇത് മൈനസ് കൂടെ മൈനസ് 2 by n മൈനസ് 1. ഈ മൈനസ് കൂടുമ്പോൾ 2 by n മൈനസ് 1.
അതിനകത്ത് നമുക്ക് n+1 × n-1 LC എടുത്താൽ n² - 1. അപ്പോൾ 2 × n-1 + 2 × n+1. അപ്പോൾ എന്ത് കിട്ടും? 4n. n is even. n odd ആണെങ്കിൽ എന്തായിരിക്കും? 0 ആയിപ്പോയി. n odd ആണെങ്കിൽ 0 ആയിപ്പോയി. n even ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1/π ഇതെന്തായിരിക്കും? ഇത് 4n ആയിരിക്കും. 4n / n² - 1. n is even. n odd ആണെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, അതായിരിക്കും. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താ? സിഗ്മ BN. അതാണ് നമ്മുടെ ഫോർമുല. അതാണ് സിഗ്മ BN sin nx. BN എന്ന് പറയുന്നത് 4/π × n / n² - 1. അപ്പോൾ എന്നിന് ആദ്യം 1 കൊടുത്താൽ B1 0 ആണ്. B2 എന്തായിരിക്കും? 2 / 2² - 1. 4 × 2 / π × 2² - 1 sin 2x plus 4 / 4² - 1 sin 4x plus 4/π പുറത്തുണ്ട് plus 6 / 6² - 1 sin 6x. അടുത്തതായിരിക്കും plus 8 / 8² - 1 sin 8x and so on. ഇതാണ് cos xന്റെ വാല്യൂ. f of x എന്താണ്? f of x cos x ആണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. f of xന്റെ വാല്യൂ എന്താ? ഇതാണ് f of xന്റെ സം ഓഫ് ദ വാല്യൂ. ഇതാ ദിസ് ഈസ് ഈക്വൽ ടു f of x. f of x എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് cos x. f of x cos x ആണ് നമുക്ക് തന്നിട്ടുണ്ട്. f of x ഈക്വൽ ടു cos x. ഇതുണ്ടോ? അപ്പോൾ f of x ഈക്വൽ ടു cos x. cos xന്റെ എക്സ്പാൻഷനാണ്. cos xനെ നമുക്ക് പലതരത്തിൽ എക്സ്പാൻഡ് ചെയ്യാം. അതിലൊരു എക്സ്പാൻഷനാണിത്. ഓക്കെ, then Parseval's theorem. Parseval's theorem gives us a relation between the average of the square, that is absolute square of fx, and the coefficient in the Fourier series for f of x. Assuming -π to π mod fx square is finite. ഇതാണ് കണ്ടീഷൻ. നമുക്ക് തിയറം പറയുകയാണ്. തിയറം 1, Parseval's theorem or completeness theorem. Suppose fx is a 2π periodic function defined on -π with the corresponding Fourier series expansion. f of x equal to half a0 plus sigma an cos nx plus bn sin nx. ഇതാണ് f of xന്റെ Fourier series expansion എങ്കിൽ 1/π -π to π f of x square dx equal to half a0 square plus half sigma an square plus half sigma bn square. അതാണ് ഇത് ആവറേജ് ഓഫ് എഫ് ഓഫ് എക്സ് സ്ക്വയർ ഓൺ -π to π ഈസ്. ഇതിനാണ് നമ്മൾ ആവറേജ് ഓഫ് ഇത് പറയുന്നത്. ഇത് ദിസ് വാല്യൂ ഇത് ആവറേജ് ഓഫ് എഫ് ഓഫ് എക്സ് സ്ക്വയർ -π to πയിൽ. അപ്പോൾ അതിന് ലെങ്ത് എത്രയാ? 2π. അപ്പോൾ -π to πയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എഫ് ഓഫ് എക്സ് സ്ക്വയറിനെ. എന്നിട്ട് അതിന് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. -π to πയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പോൾ 2π ഇൻ്റർവെല്ലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ആവറേജ് കാണുക. അതാണ് ഇത്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതിനെയാണ് നമ്മൾ ആവറേജ് ഓഫ് എഫ് ഓഫ് എക്സ് സ്ക്വയർ ഓൺ -π to π എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് a0 സ്ക്വയർ പ്ലസ് ഹാഫ് സിഗ്മ an സ്ക്വയർ പ്ലസ് ഹാഫ് സിഗ്മ bn സ്ക്വയർ ആണ്. റിമാർക്ക് ഇത് -π to πയിലാണ്. ഇതിൻ്റെ റിമാർക്ക് പറയുന്നത് ദ തിയറം ഈസ് അൺചേഞ്ച്ഡ് ഇഫ് fx ഹാസ് എ പീരീഡ് 12 ഇൻസ്റ്റെഡ് ഓഫ് 2π ആൻഡ് ഈസ് ഡിഫൈൻഡ് ഓവർ എനി പീരീഡ് ഓഫ് ലെങ്ത് 12. അപ്പോൾ നമുക്ക് ഏത് പീരീഡിലും ഇത് ഡിഫൈൻ ചെയ്യുക. ഈ പാർസ്വാൾസ് തിയറം വാലിഡാന്നാണ്. നമ്മളിവിടെ -π to πയിൽ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ഏത് ഇൻ്റർവെല്ലിലും ഈ പാർസ്വാൾസ് തിയറം ട്രൂ ആയിരിക്കും. ദാറ്റ് മീൻസ് 12 ഇൻസ്റ്റെഡ് ഓഫ് 2π. 12 എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ആൽഫ ഇത് -L 2Lലും ചെയ്യാം. അപ്പോൾ 2L എന്ന് വരും. അപ്പോൾ ഇത് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എത്രയാണ്? പീരീഡ് ഓഫ് ലെങ്ത് 2L ആണ്.
അത് നിങ്ങൾ ഓർമ്മ വേണം. ഇത് ഏത് പീരീഡിലും ഈ പാർട്സ്വാൾസ് തിയറം വാലിഡാണ്. 12th പീരീഡിൽ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. Example 8. Use Parseval's theorem to show that the sum of the series 1 plus 1 by 2 raised to 4 plus 1 by 3 raised to 4 plus on is equal to pi raised to 4 by 90 by using the Fourier series expansion f of x equal to x square minus pi less than x less than pi. ഈ പാർസേവൽസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ കംപ്ലീറ്റ്നെസ് തിയറം എന്നൊക്കെ പറയുക. അതുകൊണ്ട് നിങ്ങൾ ഓർമ്മ വേണം. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അടക്കം ഓർമ്മ വേണം. ഈ സ്റ്റേറ്റ്മെൻ്റ് അടക്കം നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുകയാണ് ഇവിടെ. നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഒരു ഈവൻ ഫംഗ്ഷനാണ്. അപ്പം നമ്മൾ ആദ്യം അതിൻ്റെ എഫ് ഓഫ് മൈനസ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതുകൊണ്ട് എന്താ, ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഇനി നമ്മൾ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ബി എന്നുകൾ 0 ആയിരിക്കും. ബി എൻ ഈക്വൽ ടു 0. അപ്പോൾ എ നോട്ടും എ എന്നും കണ്ടുപിടിച്ചിട്ട് അതിന് ഫോറിയർ എക്സ്പാൻഷൻ എഴുതുക. എ എന്നും എ നോട്ടും എ എന്നും കണ്ടുപിടിക്കുക. ദെൻ ഫസ്റ്റ് വി ഫൈൻഡ് എ നോട്ട് ആദ്യം കണ്ടുപിടിക്കണം. എ നോട്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2/π എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഇൻ്റർവെൽ എന്താണ്? 0 to π. ഓക്കെ, എക്സ് സ്ക്വയർ ആണ്. എ നോട്ട് ഈക്വൽ ടു 2/π 0 to π എക്സ് സ്ക്വയർ ഡി എക്സ് ദാറ്റ് ഈസ് x³/3 ദാറ്റ് ഈസ് ഈക്വൽ ടു എ നോട്ട് ഈക്വൽ ടു 2/3π സ്ക്വയർ. അത് നമുക്ക് കിട്ടി എ നോട്ട്. ദെൻ വി ഷാൽ ടു ഫൈൻഡ് ദി an. വാട്ട് ഈസ് an ഈക്വൽ ടു 2/π എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. നമ്മളിത് നേരത്തെ നമ്മൾ ഇത് നമ്മൾ ഫോറിയർ സീരീസ് ഓഫ് ഈവൺ ആൻഡ് ഓഡ് ഫംഗ്ഷൻ ചെയ്തപ്പോൾ ഈ പ്രോബ്ലം നമ്മളൊന്ന് ചെയ്തതാണ്. ഇതേ പ്രോബ്ലം ഒന്ന് അവിടെ ചെയ്തതാണ്. നമ്മളൊന്നുകൂടെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. 2/π എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ്. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആയിട്ട് നമ്മൾ ഷോർട്ട് കട്ട് ചെയ്യുന്നു. അപ്പം എക്സ് സ്ക്വയർ ആദ്യം പ്ലസ് മൈനസ് എക്സ് സ്ക്വയറിൻ്റെ എന്തായിരിക്കും? എക്സ് സ്ക്വയർ 2x, അതിൻ്റെ ഡെറിവേറ്റീവ് 2, 2ൻ്റെ ഡെറിവേറ്റീവ് 0. ദെൻ കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? സൈൻ എൻ എക്സ് ബൈ എൻ. സൈൻ എൻ എക്സിൻ്റെയോ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. അതിൻ്റെ ഇൻ്റഗ്രലോ മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തതാണ്. അവിടെ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തില്ല, പേന കൊണ്ട് എഴുതുക ചെയ്തത്. ഇവിടെ നമ്മൾ അത് ഒന്നുകൂടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് പലരും പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ കോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. അപ്പോൾ ഈ 2/π നമ്മളിവിടെ എഴുതി. ദെൻ എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ബൈ എൻ. ദെൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2x കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. ദെൻ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 2 സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ്. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് π. ഓക്കെ, ദെൻ നമ്മൾ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. 2/π അവിടെ എഴുതി. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ π കൊടുത്തു കഴിയുമ്പോൾ ഇത് 0 ആയി പോവും, ഇതും 0 ആയി പോവും. പിന്നെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? 2π ഇൻറ്റു കോസ് എൻ എക്സിൻ്റെ വാല്യൂ എന്താ? കോസ് എൻ പൈ എന്താ? -1/n ഡിവൈഡ് ബൈ n സ്ക്വയർ. ഓക്കെ, മൈനസ്. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും? സൈൻ 0 0, ഇതും സൈൻ 0 0. ഇവിടെ ലോവർ ലിമിറ്റ് എക്സിന് 0 കൊടുക്കുമ്പോൾ 0. അപ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആയി പോകും. അപ്പോൾ നമുക്ക് നമുക്കെന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു -1/n ഡിവൈഡ് ബൈ n സ്ക്വയർ. അപ്പോൾ 2 × 2 4/n സ്ക്വയർ പുറത്തെടുത്തു. ഈ n ഓടാണെങ്കിൽ ഈ വാല്യൂ എത്രയായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പം -4/n സ്ക്വയർ കിട്ടി. n ഈവൺ ആണെങ്കിലോ ഈ വാല്യൂ പ്ലസ് ആയിരിക്കും. അപ്പോൾ 4/n സ്ക്വയർ. ഈ n ഈസ് ഈവൺ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താ? സിഗ്മ
നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഏതിലാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഹാഫ് എ നോട്ട് പ്ലസ് സിഗ്മ എ എൻ കോസ് എൻ എക്സ് പ്ലസ് ബി എൻ 0 ആണ്. ഇത് ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് ബി എൻ 0 ആയിരിക്കും. അപ്പം ഹാഫ് എ നോട്ട് നമുക്ക് എത്ര കിട്ടിയത്? എ നോട്ട് ഈക്വൽ ടു 2π²/3. അതിന് ഹാഫ് എ നോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? π²/3. ദെൻ എ എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4/n² ആണ്. അപ്പം -4 എടുത്ത് A1 എന്തായിരിക്കും? A1 ഈക്വൽ ടു -4/1² -4/1² ഇൻറ്റു കോസ് 1x. B2 ഈവൺ ആണ്, അപ്പം പ്ലസ് ആണ്. അപ്പം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4/n² കോസ് 2x. B3 എന്നായിരിക്കും? മൈനസ് ആയിരിക്കും. B3 ഈക്വൽ ടു മൈനസ്, ദാറ്റ് ഈസ് -4/3² കോസ് 3x ആൻഡ് സോ ഓൺ. അപ്പോൾ ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണത്. ദെൻ നമ്മൾ പാഴ്സ്വാൾസ് തിയറം അപ്ലൈ ചെയ്യുകയാണ്. പാഴ്സ്വാൾസ് തിയറം പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ പാഴ്സ്വാൾസ് തിയറം പറയുന്നത് ഇൻ്റഗ്രൽ 1/2π ഇൻ്റഗ്രൽ -π2π എഫ് ഓഫ് എക്സ് സ്ക്വയർ dx ഈക്വൽ ടു ഹാഫ് എ നോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് സിഗ്മ എ എൻ സ്ക്വയർ പ്ലസ് ഹാഫ് സിഗ്മ ബി എൻ സ്ക്വയർ. അതാണ് ഹാഫ് എ എൻ സ്ക്വയർ, ഹാഫ് എ നോട്ട്, ഇതാണ് ഹാഫ് എ നോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ പ്ലസ് ഹാഫ് ബി എൻ സ്ക്വയർ. അതാണ് ഹാഫ് എ എൻ സ്ക്വയർ പ്ലസ് ഹാഫ് ബി എൻ സ്ക്വയർ. അതാണ് നമ്മളിവിടെ എഴുതിയത്. ഹാഫ് എ എൻ സ്ക്വയർ പ്ലസ് ഇവിടെ ബി എൻ എന്താണ്? ബി എൻ 0 ആണ്. അപ്പം ബി എന്നുകളൊന്നുമില്ല. അപ്പം 1/2π എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ആണ്. എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയറിൻ്റെ x⁴ dx ഈക്വൽ ടു ഹാഫ് എ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? π²/3 ആണ്. ഹാഫ് എ നോട്ട് അതിൻ്റെ സ്ക്വയർ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയറുകളാണ്. എ എൻ സ്ക്വയറുകൾ നമ്മൾ കണ്ടാൽ മതി. എ എൻ എന്താണ്? എ എൻ ഈക്വൽ ടു 4/n² -1/n. അപ്പോൾ അതിന് സ്ക്വയർ എടുക്കുമ്പോൾ ഈ -1/n എന്നതാവും പ്ലസ് ആവും. അപ്പോൾ 4/n² എന്ന് എഴുതിയാൽ മതി. ബി എ എൻ സ്ക്വയർ അപ്പം 4/1² ഹോൾ സ്ക്വയർ 4/1² ഹോൾ സ്ക്വയർ 4/2² ഹോൾ സ്ക്വയർ 4/3² ഹോൾ സ്ക്വയർ ആൻഡ് സോ ഓൺ. ഇതാണ് പാഴ്സ്വാൾസ് തിയറം നമുക്ക് തരുന്നത്. ഇതാണ് ഓക്കെ. ഇതാണ് നമ്മുടെ പാഴ്സ്വാൾസ് തിയറം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് -π2π 1/2π എഫ് ഓഫ് എക്സ് സ്ക്വയർ dx. ഇത് ഹാഫ് എ നോട്ട് സ്ക്വയർ ആണ്. ഇത് ഹാഫ് എ നോട്ട് സ്ക്വയർ ആണ്. ഹാഫ് എ നോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് സിഗ്മ എ എൻ സ്ക്വയർ. ഇത് ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് ബി എൻ ഇല്ല. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ വാല്യൂ ഇതൊന്ന് എടുത്ത് നോക്കാം. 1/2π x⁴ dx. 1/2π x⁴ ഇൻ്റഗ്രൽ എന്താ? x⁵/5. അപ്പർ ലിമിറ്റ് π ലോവർ ലിമിറ്റ് -π. അപ്പോൾ എന്ത് കിട്ടും? π⁴/5. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് π⁴/5 ആണ്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് π⁴/5 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ? റൈറ്റ് ഹാൻഡ് സൈഡ് π²/3 ഹോൾ സ്ക്വയർ. ഇതാ π²/3 ഹോൾ സ്ക്വയർ എന്താ? π⁴/9 പ്ലസ് ഇതാണ് ആദ്യം എന്താ? അതിനകത്ത് 1/2 എടുത്തത്. ഇതാ 4² എല്ലാം പുറത്തോട്ട് എടുത്തു. ഇതിൻ്റെ ന്യൂമറേറ്ററുള്ള 4² എല്ലാം പുറത്തേക്ക് എടുത്തു. അപ്പോൾ 4²/2. ദെൻ ഇവിടെ എന്തായിരിക്കും? 1 ഇത് 1/4 2⁴. ഇത് 1/2
1/2 സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 1/2⁴ ഇത് 1/3⁴ ദെൻ 1/4⁴ ആൻഡ് സോ ഓൺ അങ്ങനെ കിട്ടിയത്. അപ്പോൾ നമുക്കിത് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പം π/4/5 മൈനസ് π/4/9 എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഇത് എന്നിട്ട് 4² കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ π/4/90 = 1 + 1/2² + 1/2⁴ 1 + 1/2⁴ + 1/3⁴ + 1/4⁴ + 1/5⁴ ആൻഡ് സോ ഓൺ ഇങ്ങനെ കിട്ടി. ഇതാണ് നമുക്ക് ഡെഡ്യൂസ് ചെയ്യേണ്ട വാല്യൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഫൊറിയർ സീരീസ് തിരിയാണ്. ഫൊറിയർ സീരീസിൻ്റെ അകത്ത് നിന്ന് നമ്മളതിൻ്റെ ഫൊറിയർ സീരീസിൻ്റെ എല്ലാ പ്രോബ്ലവും ചെയ്തു, എല്ലാ ടൈപ്പ് പ്രോബ്ലവും ചെയ്തു. ഫൊറിയർ സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്, ഡിവിഷനാണ് മാത്തമാറ്റിക്സിൻ്റെ. അപ്പോൾ ഇത് ബിടെക്കുകാർക്കും BScക്കാർക്കും ഇത് വളരെ പ്രത്യേകിച്ച് BSc മാത്തമാറ്റിക്സുകാർക്ക് ഫൊറിയർ സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അതുപോലെ ബിടെക്കുകാർക്കും ഈ ഫൊറിയർ സീരീസിൻ്റെ അകത്ത് നിന്ന് ഒരു മൊഡ്യൂളാണ്. അതിൻ്റെ അകത്ത് 20 മാർക്സിന് ചോദിക്കും പരീക്ഷയ്ക്ക്, KTU എക്സാമിനേഷന്. അപ്പോൾ ബിടെക്കുകാരും BSc മാത്തമാറ്റിക്സുകാരും ഇത് ഈ ഫൊറിയർ സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഓക്കെ, താങ്ക് യു.